ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏപ്രിൽ എന്ന് പറയുന്നത് എല്ലാ അക്കൗണ്ടന്റ്മാരുടെയും ഒരു പുതിയ തുടക്കത്തിൻ്റെ ടൈമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മളുടെ ടാലിയിൽ പുതിയ ഇയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ടാലിയിൽ ഇയർ എൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ബാക്കിയുള്ള സോഫ്റ്റ്വെയറിനെ പോലെ വളരെ പ്രയാസപ്പെട്ട ഒരു പണിയല്ല. ഓരോ അക്കൗണ്ടന്റിനും അവരുടെ ടാലിയിലെ അക്കൗണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ വളരെ സിമ്പിളായിട്ടാണ് ടാലി അതിൻ്റെ ഇയർ എൻഡ് പ്രോസസ്സ് ചെയ്തിട്ടുള്ളത്. കമ്പനി തുടർന്ന് പോകുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. അതായത് നമ്മൾ 2024-25 കമ്പനിയുടെ തുടർച്ചയായിട്ടുള്ള നമ്മളുടെ പുതിയ ഫിനാൻഷ്യൽ ഇയറിലെ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുക എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ്. അതുതന്നെയാണ് ശരിക്ക് ഓഡിറ്റിംഗ് വർക്കുകൾ, അതായത് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റിംഗ് വർക്കുകൾ ഫിനിഷ് ചെയ്യുന്നത് വരെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇയർ എൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. സെയിം കമ്പനിയിൽ തന്നെ പുതിയ ഫിനാൻഷ്യൽ ഇയർ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ എന്ത് ചെയ്യുന്നതിന് മുന്നേയും നമ്മൾ നിർബന്ധമായിട്ടും ടാലിയുടെ ഒരു ബാക്കപ്പ് എടുത്തു വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കാവൂ. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ബാക്കപ്പ് എടുക്കുക. ആദ്യം നമ്മൾ ടാലി ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ടാലി ERP9 ആകാം, പ്രൈം ആകാം, 9 ആകാം, ടാലി 9 ആകാം, ടാലി 7.2 ആകാം, ടാലി 6.3 ആകാം. ഏതാണെങ്കിലും നമ്മളുടെ ഈ പറയുന്ന മെത്തേഡ് എല്ലാത്തിലും കോമൺ ആണ്. ആദ്യം നിങ്ങൾ ടാലി ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ ടാലി ഏതാണെങ്കിലും അത് ഓപ്പൺ ചെയ്യുക. ഇപ്പം ഞാൻ ടാലി പ്രൈം ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ ടാലിയുടെ ലേറ്റസ്റ്റ് റിലീസ് എന്ന് പറയുന്ന ടാലി പ്രൈം റിലീസ് 6 ആണ്. കമ്പനി ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന കമ്പനി എന്ന് പറയുന്നത് ടെസ്റ്റ് പ്രജിത്ത് എന്നുള്ള ഈ കമ്പനിയാണ്. ഇതിൽ നമ്മളുടെ ഫിനാൻഷ്യൽ ഇയർ എത്രയാണെന്നുള്ളത് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. 1/4/2024 മുതൽ 31/3/2025 വരെയുള്ള കമ്പനിയാണ്. ഇതിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കുന്നത്, 1/4/2024 മുതൽ 26 വരെയുള്ള സിംഗിൾ കമ്പനിയാക്കി മാറ്റുന്നത്. അതായത് പുതിയ ഫിനാൻഷ്യൽ ഇയറിലെ ട്രാൻസാക്ഷൻസ് കൂടി എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. പാസ്വേഡ് ഉണ്ടെങ്കിൽ പാസ്വേഡ് അടിച്ചിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഏത് പാസ്വേഡ് വെച്ച് നമുക്ക് നമ്മളുടെ കമ്പനി ഓപ്പൺ ചെയ്യാം. കമ്പനിയിൽ എൻട്രി റെസ്ട്രിക്റ്റഡ് ആവാത്ത ഏത് പാസ്വേഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നമ്മളുടെ ഈ കമ്പനി ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ പാസ്വേഡ് ഞാൻ എൻ്റർ ചെയ്യാണ്. കമ്പനി ഓപ്പണായി. ഈ വരുന്ന സ്ക്രീനിനെയാണ് നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറയുന്നത്. ടാലിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്രീനാണ് ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കമ്പനി തുറന്നാൽ വരുന്ന ഫസ്റ്റ് സ്ക്രീനിനെയാണ് ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് നമ്മൾ Alt F2 പ്രസ് ചെയ്യുക. Alt F2 പ്രസ് ചെയ്താൽ നമുക്ക് വരുന്ന സ്ക്രീനാണ് ചേഞ്ച് പീരീഡ് എന്നുള്ള സ്ക്രീനിലാണ് നമ്മൾ നമ്മളുടെ പുതിയ ഫിനാൻഷ്യൽ ഇയർ എൻട്രി ചെയ്യേണ്ടത്. 1/4/2025 31/3/2026 എൻട്രി ചെയ്യുക. ഇപ്പോൾ നമ്മൾ നമ്മളുടെ കമ്പനീനെ പുതിയ നമ്മളുടെ ഫിനാൻഷ്യൽ ഇയറിലേക്ക് മാറ്റി. പക്ഷേ നമ്മൾ ഒരു എൻട്രി പോസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മളുടെ ഈ കമ്പനി സ്ഥിരമായിട്ട് നമ്മളുടെ പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ച സ്ക്രീന് നമ്മൾ എസ്കേപ്പ് ചെയ്യുന്നതോടുകൂടി വീണ്ടും അത് പഴയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു എൻട്രി പുതിയ ഫിനാൻഷ്യൽ ഇയറിലെ ഒറ്റ എൻട്രി നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കമ്പനി പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് കൺവേർട്ടായി. ഒരു പേയ്മെൻറ്റോ ഒരു റെസീപ്റ്റോ ഒരു ജേണലോ ഒരു സെയിൽസോ ഒരു പർച്ചേസോ ഏതെങ്കിലും ഒരു എൻട്രി അവിടെ പോസ്റ്റ് ആയാൽ മതി പുതിയ ഫിനാൻഷ്യൽ ഇയറിലെ ഡേറ്റിൽ. അതോടുകൂടി നമ്മളുടെ പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള കമ്പനി റെഡിയായി. ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഒരു പേയ്മെൻറ്റ് എൻട്രി ചെയ്യാണ്. F2 ചെയ്തു, 1/4/2025 അടിച്ചു. ഇവിടെ നമ്മൾ ഒരു റെൻറ്റിൻ്റെ എൻട്രി ഇടുകയാണ്. നമുക്ക് എന്ത് എൻട്രി വേണമെങ്കിൽ ഇടാം കേട്ടോ. നമ്മളുടെ റെൻറ്റിൻ്റെ എൻട്രി ഒക്കെ ചിലപ്പോൾ 10-ാം തീയതി ഒക്കെ ആയിരിക്കും. അത് തന്നെ ഫസ്റ്റിന് ഇടണമെന്നൊന്നുമില്ല. ഒരു പേയ്മെൻറ്റ് എൻട്രിയോ ഒരു എക്സ്പെൻസോ എന്ത് വേണമെങ്കിൽ കൊടുക്കുക. അത് സേവ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മളുടെ കമ്പനി പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് കൺവേർട്ടായി. ഇപ്പോൾ നമ്മൾ നമ്മളുടെ കമ്പനിയുടെ സെലക്ഷൻ സ്ക്രീനിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളിവിടെ നോക്കുകയാണെന്ന് നിങ്ങൾക്ക് കാണാം,
ഈ ടെസ്റ്റ് പ്രജിത്ത് എന്നുള്ള ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ 1/4/2024 മുതൽ 31/3/2026 വരെയുള്ള പുതിയ കമ്പനിയായിട്ട് മാറി. അതായത് നമ്മളെ കമ്പനി പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നാണ് അതിനർത്ഥം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ടാലിയിൽ പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് കമ്പനീനെ ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഒരു കമ്പനി തുടർന്ന് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, വേറെ ഒരു രീതിയും കൂടിയുണ്ട്, കമ്പനി സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ കമ്പനി സ്പ്ലിറ്റ് ചെയ്യുന്നത് നമ്മളിപ്പോൾ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള, അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലുള്ള എല്ലാ ട്രാൻസാക്ഷനും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിന് ശേഷം എന്തെങ്കിലും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം പഴയ കമ്പനിയിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് പുതിയ കമ്പനിയുടെ ഓപ്പണിംഗ് ബാലൻസിൽ അപ്ഡേറ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും ഏകദേശമെങ്കിലും കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്പ്ലിറ്റ് ചെയ്യാവൂ എന്ന് നമ്മൾ പ്രത്യേകം പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മളൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്, അത് ഞങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓഡിറ്റിംഗ് പർപ്പസിനുള്ള എല്ലാ എൻട്രീസും പോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, കമ്പനി സ്പ്ലിറ്റ് ചെയ്യുക. കമ്പനി സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ 2024-25 വേറെ കമ്പനിയും 2025-26 പുതിയൊരു കമ്പനിയായിട്ടും നമുക്ക് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.